അല്ലേ? So, in last class we were discussed about different shortcut methods to find the inverse set transform. Okay, so inverse set transform കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ബട്ട് നമ്മൾ ആ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാതെ നമുക്ക് എന്താ, ദർ ആർ സം ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അതിൽ 2-3 ടൈപ്സ് ഉണ്ട്. നമുക്കിതിൽ 2 മെത്തേഡ്സേ വേണ്ടുള്ളൂ: പവർ സീരീസ് എക്സ്പാൻഷൻ ഓർ ലോങ് ഡിവിഷൻ മെത്തേഡ് ആൻഡ് പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ മെത്തേഡ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് സിമിലർ ടു ദാറ്റ് ഓഫ് finding out the inverse Laplace transform ആണ്. Okay, only one difference is the, instead of taking the partial fraction of x of z, we are taking x of z by z. Okay, x of z by z ന്റെ partial fraction ആണ് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ x of z equal to എന്നുള്ള ഫോമിലേക്ക് എഴുതും. ദെൻ അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇന്നലെ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ എന്നിട്ട് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ചെയ്തിട്ടുണ്ടോ? കുറച്ച് കുട്ടികൾ ഇന്നലെ എനിക്ക് ആൻസർ അയച്ചു തന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും എന്താണ്, ബോയ്സിന്റെ കാര്യം എങ്ങനെയാണ്? ഡൊമനിക്, ആദിൽ ചെയ്തിട്ടുണ്ടോ ആൻസർ? വൈഷ്ണവ്, ബാക്കി എല്ലാവരും എവിടെ? 5 മിനിറ്റ് കഴിഞ്ഞല്ലോ, എന്താ ജോയിൻ ചെയ്യാത്തത്? ഡൊമനിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഓക്കെ, ആൻസർ കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഫൈനലി നമുക്ക് കിട്ടുന്നത് x of n is equal to -19/6 do of n plus 3/2 2 raised to n u of n plus 5/3 3 raised to n u of n. Okay, so this is the final answer. This is the x of n. Okay, അപ്പോൾ ആ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ കുറേ തവണ ഡിസ്കസ് ചെയ്ത സ്റ്റെപ്പ് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതാണ് ആൻസർ. ഓക്കെ, എല്ലാവരും അവനവന് കിട്ടിയ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യുക. ഇത് കിട്ടിയിട്ടില്ല എങ്കിൽ എവിടെയാണ് കറക്ഷൻ വേണ്ടതെന്ന് നോക്കുക. ഓക്കെ, ഇന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മൾ ആ പോർഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കണം. ഞാൻ നിങ്ങൾക്കത് വേറെ തന്നെ ക്വസ്റ്റ്യൻസ് തരാം. അതുപോലെ നോട്ടിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് method to find inverse set transform നോക്കാം. Okay, that is power series expansion or long division method. Okay, power series expansion or long division method. Okay, ഇതിൽ ഒരു ക്രൈറ്റീരിയൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, it can be used only if ROC of x of z in the form mod z greater than a or mod z less than a. Okay, നമുക്ക് ഈ രണ്ട് കണ്ടീഷൻസിൽ ഇപ്പോൾ ദ ഗിവൺ ROC ഓഫ് എക്സ് ഓഫ് സെഡ് ഈസ് ഇൻ ദ ഫോം ഓഫ് എക്സ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ എ ഓർ എക്സ് ഓഫ് സെഡ് മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ എ ഓർ മോഡ് സെഡ് ലെസ് ദാൻ എ, ഈ രണ്ട് കണ്ടീഷൻസിൽ മാത്രമാണെങ്കിൽ നമുക്ക് പവർ സീരീസ് എക്സ്പാൻഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാതെ ഇപ്പം എ ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ ബി, ഇതുപോലെയാണ് അതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് വരുന്നത്. 2 സർക്കിൾസിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടോ അല്ലെങ്കിൽ 2 സർക്കിൾസ് വെച്ചാണ് അതിന്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് പവർ സീരീസ് എക്സ്പാൻഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ദർ വി ക്യാൻ ഗോ ഫോർ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ്. ഓക്കെ, ബട്ട് ഇതുപോലെ സ്പെസിഫിക് ആയിട്ടൊരു ROC ഉണ്ട്. ഒന്നുകിൽ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ എ അല്ലെങ്കിൽ മോഡ് സെറ്റ് ലെസ് ദാൻ എ, ഒറ്റൊരു സർക്കിളേ ഉള്ളൂ, ഒരു പോളേ ഉള്ളൂ. ഇങ്ങനെയുള്ള കേസസിൽ മാത്രമേ നമുക്ക് പവർ സീരീസ് എക്സ്പാൻഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുക, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടില്ല, ജസ്റ്റ് ഒരു എക്സ് ഓഫ് സെറ്റ് വന്നിട്ട് ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം എന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുക അതിൻ്റെ ഗിവൺ ROC എങ്ങനെയാണ്, അത് സ്പെസിഫിക് ആണോ, മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ എ ഓർ മോഡ് സെറ്റ് ലെസ് ദാൻ എ, ഈ രണ്ട് ഏതെങ്കിലും ഒരു പാറ്റേണിലാണോ ഉള്ളതെന്ന് ചെക്ക് ചെയ്യുക.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് പവർ സീരീസ് എക്സ്പാൻഷൻ മെത്തേഡ് യൂസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യണമെന്നോ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനിലാണ് ആർ ഒ സി ഉള്ളതെങ്കിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഈസിയർ ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ അത് ചെയ്യാം, അത് ഫോളോ ചെയ്യാം. ഓക്കെ, ബട്ട് ഇഫ് ദ ആർ ഒ സി ഗിവൺ ഈസ് ഇൻ ദിസ് മാനർ, ദാറ്റ് ഈസ് എ ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ ബി, ഇതുപോലെയാണെങ്കിൽ യു ഷുഡ് ഗോ വിത്ത് partial fraction method. Okay, here we cannot use the power series expansion method. അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇനി മോസ്റ്റ് ഓഫ് ദ കേസിൽ നിങ്ങൾക്ക് ചിലപ്പം സ്പെസിഫിക് ആയിട്ട് പറയും ബൈ യൂസിങ് പവർ സീരീസ് എക്സ്പാൻഷൻ മെത്തേഡ് അല്ലെങ്കിൽ ബൈ യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് എന്ന് പറയും. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഒരു കണ്ടീഷൻ നോക്കണം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഇഫ് ആർ ഒ സി ഓഫ് എക്സ് ഓഫ് സെറ്റ് ഇൻ ദ ഫോം ഓഫ് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ എ ഓർ മോഡ് സെറ്റ് ലെസ് ദാൻ എ. ഓക്കെ, ആൻഡ് ഇനി ഈ ഒരു പവർ സീരീസ് എക്സ്പാൻഷൻ മെത്തേഡ് ചെയ്യുന്നതിന് 2-3 സ്റ്റെപ്പ് ഉണ്ട്. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, സിമ്പിൾ മെത്തേഡാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇഫ് എക്സ് ഓഫ് എൻ ഈസ് എ റൈറ്റ് സൈഡഡ് ഓ ആർ ഒ സി ഓഫ് എക്സ് ഓഫ് സെറ്റ് ഇൻ ദ ഫോം മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ എ. ഓക്കെ, ഒന്നുകിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇറ്റ് ഈസ് എ റൈറ്റ് സൈഡഡ് സീക്വൻസ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇഫ് ദ ആർ ഒ സി ഓഫ് എക്സ് ഓഫ് സെറ്റ് ഇൻ ദ ഫോം ഓഫ് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ എ. മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, സർക്കിളിന്റെ ഔട്ടർ സൈഡിലാണ് അതിന്റെ ആർ ഒ സി വരുന്നത്, അതെന്താണ് റൈറ്റ് സൈഡ് സീക്വൻസസ് ആണ് അല്ലേ. അങ്ങനത്തെ കേസസ് ആണെങ്കിൽ ദെൻ അറേഞ്ച് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് എക്സ് ഓഫ് സെറ്റ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ഓഫ് പവേഴ്സ് അല്ലെങ്കിൽ ഡിസെൻഡിങ് പവേഴ്സ് ഓഫ് സെറ്റ്. Okay, if x of n is a right-sided or ROC of the x of n in the form of mod z greater than a, ഏതെങ്കിലും ഒരു കണ്ടീഷൻ നിങ്ങൾ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിന്റെ ആർ ഒ സി വിൽ ബി ഗിവൺ ലൈക്ക് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ എ, അതാണെങ്കിൽ അത് റൈറ്റ് സൈഡഡ് സീക്വൻസ് ആണ് അല്ലേ. സോ ദെൻ വി ഹാവ് ടു അറേഞ്ച് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് എക്സ് ഓഫ് സെറ്റ് ഇൻ ദ ഡിസെൻഡിങ് പവേഴ്സ് ഓഫ് സെറ്റ്. ഓക്കെ, എക്സ് ഓഫ് സെറ്റ് നമുക്ക് ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ് ഉണ്ടാകുക. അതിന്റെ ന്യൂമറേറ്ററിലും സെറ്റിന്റെ വാല്യൂസ് സെറ്റിന്റെ പവേഴ്സ് ഉണ്ടാവും, ഡിനോമിനേറ്ററിലും സെറ്റിന്റെ പവേഴ്സ് ഉണ്ടാവും, ക്വാഡ്രാറ്റിക് ഫോമിലായിരിക്കും. സോ ഹിയർ വി ഷുഡ് അറേഞ്ച് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് എക്സ് ഓഫ് സെറ്റ് ഇൻ ദ ഡിസെൻഡിങ് പവേഴ്സ് ഓഫ് സെറ്റ്. ഓക്കെ, ഡിസെൻഡിങ് പവേഴ്സ് ഓഫ് സെറ്റിലാണ് ഇതിനെ അറേഞ്ച് ചെയ്യേണ്ടത്. Then if x of n is a left-sided sequence or ROC is mod set less than a, then arrange the numerator and the denominator of x of z in ascending powers of z. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഓക്കെ, നമുക്ക് എക്സ് ഓഫ് സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കുക അതെന്താണ്, റൈറ്റ് സൈഡഡ് സീക്വൻസ് ആണോ ഓർ ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ് ആണോ. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് റൈറ്റ് സൈഡഡ് സീക്വൻസ് then we have to arrange the numerator and the denominator of x of z in the descending powers of z. Okay, and if it is left sided sequence we have to arrange the numerator and denominator of x of z in the ascending powers of z. Okay, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ആ രീതിയിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചു. ഓക്കെ, ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് വി ഹാവ് ടു ക്യാരി ഔട്ട് ദ ലോങ് ഡിവിഷൻ പ്രോസസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോർമൽ ഡിവിഷൻ പ്രോസസ്സ് തന്നെ. ഇപ്പം എക്സ് ബൈ ബി എന്ന ഒരു ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഡിവിഷൻ എടുക്കുക, ഇതുപോലെയല്ലേ, എക്സ് ബൈ ബി. ഓക്കെ, ഇതുപോലെ എടുത്തിട്ട് നമ്മൾ അതിന്റെ ലോങ് ഡിവിഷൻ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യും. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പ് ഈസ് കമ്പയർ ദ റിസൾട്ട് വിത്ത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ആൻഡ് ഫൈൻഡ് എക്സ് ഓഫ് എൻ. ദറ്റ് ഈസ് എ തേർഡ് സ്റ്റെപ്പ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അതിൻ്റെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ അതിൻ്റെ സീക്വൻസ് അനുസരിച്ച് അതിനെ അറേഞ്ച് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് വി ആർ ക്യാരിങ് ഔട്ട് ദ ലോങ് ഡിവിഷൻ പ്രോസസ്. ദെൻ ആ ലോങ് ഡിവിഷൻ പ്രോസസ് മീൻസ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല, അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നൊരു പ്രോസസ് ആയിരിക്കും. സോ നമുക്കൊരു 1 or 2 സ്റ്റെപ്പ് വെച്ച് നമുക്കത് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ദെൻ എന്ത് ചെയ്യണം, കമ്പയർ അവർ റിസൾട്ട് വിത്ത് ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് എക്സ് ഓഫ് എൻ. നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എക്സ് ഓഫ് എൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, സോ ഇഫ് എക്സ് ഓഫ് എൻ ഇസ് റൈറ്റ് സൈഡഡ്, ദിസ് ഇസ് ദ ഇക്വേഷൻ or this is the standard equation. If x of n is a right sided sequence, this is the standard equation. That is x of z is equal to summation of n is equal to 0 to infinity x of n z raised to minus n is equal to, then z transform into equation ആണ്. That will be equal to x of 0 plus x of 1 into z inverse plus x of 2 into z raised to minus 2 plus x of 3 into z raised to minus 3 plus etc. up to infinity go. Okay, so this is the standard equation for a right-sided sequence. Okay, and if x of n is a left-sided sequence, then we have to consider this equation.
This is a standard equation for left-sided sequence. That is x of z is equal to summation n is equal to 0 to minus infinity. 0 to minus infinity. Okay. X of n z raised to minus n is equal to x of 0 plus x of minus 1 into z plus x of minus 2 into z square plus x of minus 3 into z cube plus etc. up to infinity. Okay. So these two are the standard equations. Is it clear? So ഇവിടെ നമ്മൾ ഈ two equations by heart പഠിച്ചു. Clear ആണോ? Clear ആണോ? Okay. ഒന്ന് ഈ സ്റ്റെപ്പ് ആരെങ്കിലും പറഞ്ഞേ. ആകെ 3 സ്റ്റെപ്സേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ പവർ സീരീസ് എക്സ്പാൻഷൻ മെത്തേഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ROC ചെക്ക് ചെയ്യണം. ROC ചെക്ക് ചെയ്യണം. ഇഫ് ഇറ്റ് ഇസ് ഇൻ ദ ഫോം ഓഫ് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ എ ഓർ മോഡ് സെറ്റ് ലെസ് ദാൻ എ, ഈ രണ്ട് കേസ് ആണെങ്കിലും വി ക്യാൻ ഗോ ഫോർ പവർ സീരീസ് എക്സ്പാൻഷൻ മെത്തേഡ്. ഓക്കെ. അതർവൈസ് ഇഫ് ദ ROC ഇസ് ഇൻ ദ ഫോം ഓഫ് എ ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ ബി, ദെൻ നമുക്ക് എന്താ അവിടെ നമുക്ക് പവർ സീരീസ് എക്സ്പാൻഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ദർ വി ഹാവ് ടു ഗോ ഫോർ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ്. ഓക്കെ. ദെൻ നമ്മളൊരു 3 സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെയാണ് അതിൻ്റെ ആ ഒരു എക്സ്പാൻഷൻ ചെയ്യുന്നത്. ഓക്കെ. ആ 3 സ്റ്റെപ്പുകളൊന്ന് പറഞ്ഞേ. ഞാൻ ഇപ്പം പറഞ്ഞ ആ സ്റ്റെപ്പുകളൊന്ന് പറഞ്ഞേ. എന്തൊക്കെയാണ്? വിഷ്ണു പ്രകാശ് ഓഡിബിൾ ആണോ? വിഷ്ണു, നമുക്ക് ടൈം കളയാനില്ല. സോ വേഗം തന്നെ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ. ആ 3 സ്റ്റെപ്സ് ഒന്ന് പറഞ്ഞേ. നിന്റെ വേർഡ്സിൽ മനസ്സിലായതുപോലെ പറഞ്ഞേ. വിഷ്ണുവിന് ക്ലിയർ ആയിട്ടില്ലേ? വിഷ്ണു പറയുന്നുണ്ടോ? R of C of x of z mod z greater than a or mod z less than a ആയാൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ. ഓക്കെ. അങ്ങനെയല്ലേ ഒന്നാമത്തെ പോയിന്റ്? ആ, അതൊന്നാമത്തെ. രണ്ടാമത്തെ പോയിന്റ് എക്സ് ഓഫ് എൻ റൈറ്റ് സൈഡഡ് ഓർ ROC of x of z in the form of mod z greater than a, then arrange numerator and denominator of x of z in descending of power of z. രണ്ടാമത്തെ പോയിന്റ് if x of n is left sided sequence R of C mod of z less than a, then arrange numerator and denominator of x of z in ascending powers of z.
ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. വിഷ്ണു സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റെപ്പ് പറഞ്ഞേ. Second step, carry out long division process. Step 3, compare the result with standard equation and find x of n. If x of n is right-sided, x of z equal to sigma, summation of n is equal to 0 tends to infinity. X of n z raised to minus n equal to x of 0 plus x of 1 z inverse plus x of 2 z raised to minus 2. എക്സെട്രാ അപ് ടു ഇൻഫിനിറ്റി വരെ ഉണ്ടാവും കേട്ടാ. Then if x of n is left-sided, then x of z equal to summation of n is equal to 0 raised to minus infinity x of n z raised to minus n equal to x of 0 plus x of minus 1 z plus x of minus 2 plus x of minus 2 z square plus infinity. okay. These So are അതാണ് അതിൻ്റെ standard 3 equations. സ്റ്റെപ്സ്. ഓക്കെ, ഗുഡ്. സോ നമുക്ക് അതിൻ്റെ ന്യൂമറിക്കൽസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ടാണ് പവർ സീരീസ് എക്സ്പാൻഷൻ മെത്തേഡ് ചെയ്യേണ്ടത്. സോ നമുക്കൊരു 1-2 ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. സോ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തോളൂ, ഒരു പ്രോബ്ലം എഴുതിയെടുത്തോളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. ഫൈൻഡ് ദ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് ദ സീക്വൻസ്. Find the inverse set transform of the sequence x of z is equal to 2 plus z square divided by 4 plus 3z minus 2z square plus z cube by using power series expansion method. Okay, so find the inverse set transform of the sequence x of z is equal to 2 plus z square divided by 4 plus 3z minus 2z square plus z cube by using power series expansion method. Okay, first of all, ഇതെന്താണ് വേണ്ടത്? One second.
ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കൂടി കാണിക്കണം. ഓക്കെ, എക്സ് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് സ്ക്വയർ പ്ലസ് സെറ്റ് പ്ലസ് 2 divided by set cube plus 2z square plus 3z plus 4. Okay, set cube plus set cube minus 2z square plus 3z plus 4. This is the question. X of z is equal to set square plus set plus 2 divided by set cube minus 2z square plus 3z plus 4. Okay, and its ROC is given. ഇവിടെ comma ഇട്ടിട്ട് mod z greater than, sorry, mod z less than 1. Mod z less than 1. Okay, mod z less than 1. Okay, ഇനി ഒന്ന് നോക്കിയേ. Find the inverse set transform of the sequence x of z is equal to set square plus set plus 2 divided by set cube minus 2z square plus 3z plus 4, and its ROC is mod z less than 1. Okay, by using power series expansion method. Okay, first step എന്താണ് ഇതിൻ്റെ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് എന്താ കാണേണ്ടത്? ഇത് റൈറ്റ് സൈഡഡ് സീക്വൻസ് ആണോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ് ആണോ എന്നുള്ളതാണ് അല്ലേ. നമുക്ക് ഏതെന്ന് മനസ്സിലാക്കാം? അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇഫ് ഇറ്റ് ഈസ് എ ലെഫ്റ്റ് സൈഡഡ് ഓർ റൈറ്റ് സൈഡഡ് സീക്വൻസ്. യെസ്, ലെഫ്റ്റ് സൈഡഡ് ആണ് അല്ലേ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇതിൽ നമുക്ക് ROC തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഗിവൺ ROC എന്താണ്? ഗിവൺ ROC എന്താണ്? മോഡ് സെറ്റ് ലെസ് ദാൻ 1 ആണ്. മോഡ് സെറ്റ് ലെസ് ദാൻ 1 എന്ന് പറയും മോഡ് സെറ്റ് ലെസ് ദാൻ എ അല്ലേ. മോഡ് സെറ്റ് ലെസ് ദാൻ എ എന്നുള്ള ഫോമാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു? സെക്കൻഡ് കേസ്, ഇഫ് എക്സ് ഓഫ് എൻ ഇസ് ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ് അല്ലെങ്കിൽ മോഡ് സെറ്റ് ലെസ് ദാൻ എ, എന്താ വേണ്ടത്? വി ഹാവ് ടു അറേഞ്ച് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് എക്സ് ഓഫ് സെറ്റ് ഇൻ അസെൻഡിങ് പവേഴ്സ് ഓഫ് സെറ്റ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നത് ഒരു ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ് ആണെന്ന് മനസ്സിലായി. ബിക്കോസ് ദ ഗിവൺ ROC ഈസ് മോഡ് സെറ്റ് ലെസ് ദാൻ എ less than 1, which is in the form of mod set less than a. Okay, so we have to arrange the numerator and the denominator of the given x of z in the ascending powers of z. Okay, so നമുക്ക് എന്ത് വേണം? അതിന്റെ ascending പവേഴ്സിലേക്ക് എഴുതണം. Okay, so the ROC എന്താണ്? mod set less than a എന്നുള്ള ഫോമിലാണ്. So x of n is equal to z inverse x of z will be a left sided sequence ആയിരിക്കും. So we can use power series expansion method and arranging the numerator and the denominator in the ascending powers of z. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ആ രീതിയിലേക്ക് എഴുതും. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ എങ്ങനെ വരും? എക്സ് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന് അസെൻഡിങ് പവേഴ്സിലേക്ക് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതും? അസെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പവേഴ്സ്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ വാല്യൂസ് ഹയർ വാല്യൂസിലേക്ക് അല്ലേ, ചെറുതിന്ന് വലുതിലേക്ക് പോകുന്ന രീതിയിലാണ് അസെൻഡിങ് വരിക. ഡിസെൻഡിങ് ആണെങ്കിൽ വലുതിന്ന് ചെറുതിലേക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി ന്യൂമറേറ്ററിൽ സെറ്റ് സ്ക്വയർ പ്ലസ് സെറ്റ് പ്ലസ് 2 എന്നുള്ളത്. പവേഴ്സ് നോക്കുവാണെങ്കിൽ സെറ്റിന്റെ പവേഴ്സ് നോക്കുവാണെങ്കിൽ 2 1 0 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ആക്ച്വലി ഡിസെൻഡിങ് ഓർഡറിലാണ് ഉള്ളത്. സോ വി ഹാവ് ടു അറേഞ്ച് ദാറ്റ് ഇൻ ദ അസെൻഡിങ് ഓർഡർ. സോ 2 പ്ലസ് സെറ്റ് സ്ക്വയർ. ഓക്കെ, ദിസ് ഇസ് ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദിസ് ന്യൂമറേറ്റർ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഡിനോമിനേറ്ററിന്റെ എങ്ങനെ എഴുതാം? ഡിനോമിനേറ്ററിന്റെയും അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിന്ന് വലുതിലേക്ക് പോകുന്ന രീതിയിൽ. സോ ഇവിടെ ഏറ്റവും ചെറിയ പവർ സെറ്റ് റൈസ് ടു 0 വരുന്നത് 4ന്റെ കൂടിയാണ് അല്ലേ. സോ 4 പ്ലസ് ദെൻ 3 സെറ്റ് മൈനസ് 2 സെറ്റ് സ്ക്വയർ പ്ലസ് സെറ്റ് ക്യൂബ്. ഓക്കെ, ഇപ്പം എന്തായി? അതും അസെൻഡിങ് ഓർഡറിലേക്കായി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതി. അതിന്റെ ആദ്യം നോക്കി ഏത് സൈഡ് എന്ത് സീക്വൻസ് ആണ് നമ്മൾ മനസ്സിലാക്കി. ഫ്രം ദ ROC ഇറ്റ് ഈസ് എ ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ്. So we are arranging the numerator and denominator in the form of ascending orders of power. Okay, അത് എഴുതി. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? We have to carry out the long division process. Okay, അപ്പോൾ ലോങ് ഡിവിഷൻ പ്രോസസ് ക്യാരി ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. നോർമൽ നമ്മുടെ ഡിവിഷൻ പ്രോസസ്സ് തന്നെ. ഓക്കെ, നമ്മൾ ഇവിടെ എന്ത് എഴുതും? ന്യൂമറേറ്റർ എഴുതും അല്ലേ. 2 പ്ലസ് സെറ്റ് സ്ക്വയർ. ഇവിടെ എന്ത് എഴുതും?
1 second. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ലോങ് ഡിവിഷൻ പ്രോസസ് ചെയ്യാണ്. ന്യൂമറേറ്റർ ഇവിടെ എഴുതും 2 + z². ഇനി ഇവിടെ എന്ത് എഴുതും? നമ്മൾ ഡിനോമിനേറ്റർ എഴുതും. ഓക്കെ, 4 + 3z - 2z² + z³ ഓക്കെ. ഇനി നമ്മുടെ നോർമൽ ഡിവിഷൻ പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി എന്താ ചെയ്യുക? ഇവിടെയുള്ള വാല്യൂസ് കിട്ടേണ്ട രീതിയിൽ ഒരു വാല്യൂവിനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? ഇവിടെയുള്ള ഒരു വാല്യൂവിനെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള ആ ഒരു സിമിലർ വാല്യൂയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് എന്താണ്? 2 ആണ് വരുന്നത്. ഇവിടെ വരുന്നത് ഫസ്റ്റ് 2 ആണ്. അപ്പം ഈ ഒരു ഞാൻ ഈ സർക്കിൾ ഇട്ട ആ ഒരു പൊസിഷനിൽ ഏത് വാല്യൂ ഈ ഒരു ഫുൾ ടേമിനെ ഏത് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫസ്റ്റ് ടേം 2 കിട്ടും. ഇവിടെ ഫസ്റ്റ് ടേം 4 ആണുള്ളത്. സോ ഈ 4നെ ഏത് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടും? നമ്മളെ സാധാരണ ഡിവിഷൻ പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ ഇതൊരു ക്വാഡ്രാറ്റിക് ടേമിൽ വരുന്ന റൈറ്റ് 1/2. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? സോ നമുക്ക് ഇവിടെ 1/2 എഴുതാം. ഫസ്റ്റ് ടേം വരുന്നത് 1/2 ആണ്. സോ ഈ 1/2നെ കൊണ്ട് ഈ മുഴുവൻ ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യിക്കണം. ഓക്കെ, സോ 1/2 × 4 എത്രയാണ്? 2 കിട്ടി. ഓക്കെ, ദെൻ 1/2 × 3z എത്രയാണ്? +3/2z അല്ലേ? ദെൻ 1/2 × -2z² എത്രയാണ്? അത് ഓരോ ടേം കൊണ്ടും ചെയ്യണം. ഓക്കെ, അതെന്ത് വരും? -z² അല്ലേ? 1/2 2 പോയി -z². ദെൻ ലാസ്റ്റ് ടേം 1/2 × z³. സോ +1/2z³. ഓക്കെ, അപ്പം നോക്കുക, ഈ ഫസ്റ്റ് ടേം നമ്മൾ ഇതിലുള്ള ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മൊത്തമുള്ള ക്വാഡ്രാറ്റിക് ടേമിനെ ഏത് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അത് നോക്ക്. ബാക്കി വാല്യൂസൊക്കെ അതേ വാല്യൂ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിൻ്റെ താഴെ എഴുതാം. ഓക്കെ, നമ്മൾ പിന്നെ ഇങ്ങനെ എന്താ ചെയ്യുക? നെക്സ്റ്റ് എന്താണ്? ഡിവിഷൻ മെത്തേഡിൽ അടുത്ത പ്രോസസ്സ് എന്താണ്? ഈ ഫസ്റ്റ് ടേം എന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്യും അല്ലേ? ഫസ്റ്റ് ടേം എന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്യും. നമ്മുടെ ഡിവിഷൻ പ്രോസസ്സ് അങ്ങനെയാണ് അല്ലേ? സോ എന്ത് ചെയ്യുക? നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ്, അത് മൈനസ് ചെയ്യുക. സോ 2 - 2 0 പോയി. ദെൻ 2 - 3/2z സോറി z - 3/2z എത്ര വരും? z - 3/2z that is equal to 1 - 3/2 that is equal to what? -1/2z. ഓക്കെ, സോ ഇവിടെ 0 വന്നു, ഇവിടെ -1/2z വന്നു. നെക്സ്റ്റ് നോക്കിയേ, z² - z². അപ്പം z² - z² എന്ന് പറയുമ്പോൾ z² + z² ആവും. സോ ദാറ്റ് ഈസ് +2z². ദെൻ ഇവിടെ 0 ആണുള്ളത് അല്ലേ? 0 മൈനസ് ദിസ് ടേം വിൽ ബി ഈക്വൽ ടു -1/2z³. ആ സ്റ്റെപ്പ് ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, ഇനി നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ടേം കിട്ടാൻ വേണ്ടി, ഇതിൽ ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഏത് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നോക്കാം. ഓക്കെ, ഇവിടെ 0 എഴുതണമെന്നില്ല, നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവും. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് എന്താണ്? -1/2z ആണ് കിട്ടേണ്ടത്. ഓക്കെ, -1/2z കിട്ടണം. അത് കിട്ടണമെങ്കിൽ നമ്മൾ ഏത് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നോക്കിയേ. -1/2z കിട്ടണം. ഫസ്റ്റ് ടേം -1/2z കിട്ടണമെങ്കിൽ ഈ ക്വാഡ്രാറ്റിക് ടേമിനെ നമ്മൾ ഏത് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം?
യെസ്, -1/8z അല്ലേ? ഓക്കെ, -1/8z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ബിക്കോസ് അവിടെ 4 ആണുള്ളത് അല്ലേ? അപ്പം -1/8 ഇൻറ്റു സെഡ് ഇൻറ്റു 4 ചെയ്താൽ എന്ത് കിട്ടും? 4/8 1/2 കിട്ടും. സോ -1/2z കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് എഴുതാം? -1/8z എന്ന് എഴുതാം. സോ ഇതിനെ കൊണ്ട് ഈ എല്ലാ ടേംസിനെയും, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എല്ലാ ടേംസ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ -1/8z ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? -1/2z. ദെൻ -1/8z ഇൻറ്റു 3z എത്ര വരും? -3/z² അല്ലേ? -3/8 -1/8 ഇൻറ്റു 3z. ഓക്കെ, -3/8 ഇൻറ്റു z² വരും. ദെൻ -1/8 ഇൻറ്റു -2z². ഓക്കെ, ദാറ്റ് ഈസ് പ്ലസ് ആകും. സോ 2/8 അഗെയിൻ 1/4 ആകും. സോ 1/4 z³ വരും അല്ലേ? z² ഇൻറ്റു z എന്ന് പറയുന്നത് 1/4 z³ വരും. ദെൻ ഫൈനലി 1/8z ഇൻറ്റു z³ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് -1/8z⁴. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അഗെയിൻ നമ്മൾ എന്ത് ചെയ്യും? ഈ ടേമിൽ നിന്ന് ഈ ടേം മൈനസ് ചെയ്യും. ഓക്കെ, സോ ആ ടേം ഒന്ന് മൈനസ് ചെയ്യാൻ ഫസ്റ്റ് ടേം വിൽ ബി 0. ദെൻ 2z² മൈനസ് 3/8z². അതെങ്ങനെ വരും? സോ അത് നമുക്ക് 2 + 3/8z² വരും. ഓക്കെ, അതെത്ര വരും? 19/8z². ഓക്കെ, സോ 19/8z². ദെൻ നെക്സ്റ്റ് ടേം എന്ത് വരും? നിങ്ങൾ ചെയ്ത് നോക്കുക, ഓരോ ടേമിനെയും ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ടേം -1/8z, സോറി, ഇത് മൈനസ് ചെയ്യാൻ വേണ്ടത്. നെക്സ്റ്റ് -1/2z³ -1/4z³ എത്രയാണ് വരിക? -1/2 -1/4. So that will be equal to -3/4. Okay, -3/4z³. And finally minus will be plus. So plus 1/8z⁴. ഓക്കെ, ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പ് കൂടി ചെയ്യാനുണ്ട്. ഓക്കെ, ഇത്ര വരെ ക്ലിയർ ആണോ? ഇത്ര വരെ ക്ലിയർ ആണോ? ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നത് ക്ലിയർ ആണോ? ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ നിർത്തരുത്. ഇനി ഈ 19/8z² കിട്ടാൻ വേണ്ടി നമ്മൾ ഏതിനെ മൾട്ടിപ്ലൈ ചെയ്യണം നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടേം കൂടി കിട്ടും. പിന്നെ ഒരു ടേം, ഒരു മിനിമം ഒരു 4 ടേംസ് എങ്കിലും എഴുതണം. അത്ര സ്റ്റെപ്പ് വരെയെങ്കിലും ചെയ്യണം. ഇതിപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിരിക്കും, ഇതിങ്ങനെ ഇൻഫിനിറ്റി വരെ കണ്ടിന്യൂ പോകും. ബട്ട് ഒരു 1 to 3 മിനിമം ഒരു 3 to 4 സ്റ്റെപ്പ് വരെ ചെയ്യണം. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് അവർ ഡിസ്കസ് ചെയ്യാം. അടുത്ത അവർ നമ്മൾ എൻ്റെ അവർ തന്നെയാണ്. സോ അത് അടുത്ത അവർ ഡിസ്കസ് ചെയ്യാം. So please give your attendance. Roll number 1.